നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച അത്ഭുതകരമായ ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ്. ഈ ലളിത കർമ്മത്തിന് വേണ്ടത് ഒരു ഗ്ലാസ് കുപ്പി കടൽ ജലം. ഈ ലളിത കർമ്മം ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ അവസാനത്തോളം കാണുക. കാരണം ഇന്ന് പറയുന്ന ഈ ആത്മീയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ കാരണമായേക്കാം. നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ ഭക്തൻ, ഇപ്പം സ്ഥലവും പേരും ഞാൻ പറയുന്നില്ല, അത് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. എന്തു ചെയ്താലും പരാജയം. വീട്ടിലാണെങ്കിൽ സമാധാനമില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുകയാണ് അദ്ദേഹം. മനസ്സിൽ പേടിയും ആശങ്കയും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. രാത്രിയിലാണെങ്കിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. അദ്ദേഹം പല വഴികളും ശ്രമിച്ചു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, പക്ഷെ ഒന്നും ഫലിച്ചില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അടുത്തുള്ള കടൽത്തീരത്ത് പോയി കുറച്ചു നേരം വിശ്രമിച്ചു. കടൽക്കാറ്റ് കൊണ്ട് അദ്ദേഹം തൻ്റെ വിഷമഹിതങ്ങൾ കൊണ്ടെല്ലാം മറന്ന് അദ്ദേഹം അല്പനേരം ഉറങ്ങി. ലക്ഷ്മി ഭക്തനായിരുന്ന അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അമ്മ രക്ഷിക്കുമെന്ന്. അദ്ദേഹം അങ്ങനെ ഉറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ എന്ന പോലെ ഒരു പ്രായമായ സ്ത്രീ വന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു, നിന്റെ എല്ലാ സങ്കടങ്ങളും മാറി ജീവിതം സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ലക്ഷ്മി ദേവി സമുദ്ര തന്നെയാണ്. അപ്പോൾ ഈ സമുദ്രജലം അല്പം ശേഖരിച്ച് പൂജാമുറിയിൽ വെച്ച് ദിവസവും ഈ സമുദ്രജലം കയ്യിലെടുത്ത് ഈ ലക്ഷ്മി മന്ത്രമായ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ജപിച്ച് ജലം ശക്തീകരിച്ച് ദേഹത്ത് തിളക്കുക. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എല്ലാ ദുരിതങ്ങളെല്ലാം മാറും, നിനക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ അടുത്ത് ആരുമില്ല. അദ്ദേഹത്തിന് മനസ്സിന് ഒരു ധൈര്യം കിട്ടി പോലെയായി. അദ്ദേഹം കൈകൾ കൂപ്പി കണ്ണടച്ച് ലക്ഷ്മി ദേവിയെ ധ്യാനിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മഹാലക്ഷ്മി മാതാവേ, എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റി സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ ഒരു വഴി കാണിച്ചു തന്ന അമ്മയ്ക്ക് ഈ മകൻ്റെ വിനീതമായ നമസ്കാരം. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ഗ്ലാസിൻ്റെ കുപ്പി വാങ്ങി അവിടെ കടൽ ജലം നിറച്ചു. അദ്ദേഹം അതുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ആ കുപ്പി പൂജാമുറിയിൽ ലക്ഷ്മി ചിത്രത്തിന് മുന്നിലും ദീപത്തിനരികിലുമായി അദ്ദേഹം വച്ചു. ഓരോ ദിവസവും രാവിലെ അല്പ കടജലം കയ്യിലെടുത്ത് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം ജപിച്ച് കടൽ ജലത്തെ ശക്തീകരിച്ച് ദേഹത്ത് തളിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം മനസ്സിൽ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ അമ്മയെ മാറ്റിത്തരണേ. സർവ്വവിധ ഐശ്വര്യങ്ങളും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ. ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. മനസ്സിലെ ഭയങ്ങൾ കുറയാൻ തുടങ്ങി. വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി എല്ലാവരും സന്തോഷവാന്മാരായി. ഉറക്കം നന്നായി ലഭിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വളരെ നാളായി തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിച്ചു തുടങ്ങി. അദ്ദേഹം കരുതിയത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു തുടങ്ങി. പ്രിയരെ, ഇത് ഒരു മാജിക് ഒന്നുമല്ല. ഇത് ഭക്തിയുടെയും പോസിറ്റീവ് വിശ്വാസത്തിൻ്റെയും ഒരു ശക്തിയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദിവ്യമായ ശക്തി, ഒരു ഊർജം ഉണ്ടാകുന്നു. ആ ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാവിധ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇത് അനുഭവമുള്ള കാര്യമാണ്, സത്യമുള്ള കാര്യമാണ്. ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയം, ഇതെങ്ങനെ ചെയ്യണം? പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ശുദ്ധമായ ഒരു ഗ്ലാസ് കുപ്പി എടുക്കുക.
അതിൽ കടൽ തീരത്ത് പോയി കുറച്ച് കടൽ ജലം നിറയ്ക്കുക. എന്നിട്ട് കുപ്പി പൂജാമുറിയിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ലക്ഷ്മി ദേവിയുടെയും ചിത്രത്തിന് മുന്നിൽ വയ്ക്കുക. അടുത്ത് ദീപം തെളിയിക്കുകയാണെങ്കിൽ അത്യുത്തമം. എല്ലാ ദിവസവും കുപ്പിയിൽ നിന്ന് അല്പം ജലമെടുത്ത് ലക്ഷ്മി ദേവി മന്ത്രമായ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം എത്ര ഒരു വേണമെങ്കിലും ജപിക്കാം. 108 336 അല്ലെങ്കിൽ 12 തവണ എത്ര തവണയെങ്കിലും ജപിക്കാം. അങ്ങനെ ജപിച്ച് ആ കയ്യിരിക്കുന്ന ജലം ശക്തീകരിച്ച് ആ ജലം നമ്മുടെ ദേഹത്ത് മൊത്തം തെളിക്കണം. ഈ ദേഹം തെളിക്കുമ്പോൾ നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും അമ്മ പ്രദാനം ചെയ്യുന്നു നമ്മൾ മനസ്സിൽ കരുതണം. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ കാണണം. അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായി മനസ്സിൽ വിശ്വാസപൂർവ്വം വിശ്വസിച്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ ചിലർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അവരും ഈ കാര്യങ്ങൾ വിശ്വാസത്തോട് ചെയ്തു. എന്നിട്ട് അവർക്ക് വലിയതര മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി. ആ മാറ്റങ്ങൾ പറയാം. വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിച്ചു വരുന്നു. സാമ്പത്തികമായി അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു. ചിലർക്കാണെങ്കിൽ നല്ല ജോലി ലഭിച്ചു. ചിലരുടെ വ്യവസായം വ്യാപാരം എല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു. കുടുംബത്തിൽ എല്ലാവരും നല്ല സന്തോഷം, കലഹങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല ഐക്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ തുടങ്ങി. മനസ്സിലുണ്ടായിരുന്ന വിഷാദങ്ങളെല്ലാം കുറഞ്ഞു. ഹാപ്പിയായി, സന്തോഷമായി എല്ലാവർക്കും. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയമായ അനുഭവമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവവിശ്വാസം ജീവിതത്തിന് ഒരു ശക്തിയാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ പരിശ്രമം നടത്തണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ പ്രവൃത്തികളും നല്ല മനസ്സോടെയും ഐശ്വര്യത്തോടെയും ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവിധ നന്മകളും എത്തിയുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനുമായ ബുക്ക്, പേന എന്നീ കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാൻ, ഭക്ഷണം വാങ്ങാനും പണം നൽകുക. ഇതൊക്കെ വളരെ പുണ്യവത്തായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മഹത്തരമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടുതൽ അനുഭവപ്പെടും. നമുക്ക് കൂടുതൽ സമ്പത്ത് എല്ലായിടത്തും എത്തിച്ചേരും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നശിച്ചതായി തോന്നും. പക്ഷേ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. ഒരു ചെറിയ വിശ്വാസം പോലും ജീവിതം മാറ്റിമറിക്കാനുള്ള കഴിയും. അതിനുള്ള ശക്തിയുണ്ട്. ആ ഭക്തൻ ചെയ്ത പോലെ ഒരു ചെറിയ കുപ്പിയിൽ കടൽ ജലം എടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, പ്രതീക്ഷകൾ കൊണ്ടുവന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലും ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദുഃഖങ്ങൾ മാറി സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം ലഭിക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഭക്തിയോടെ ലക്ഷ്മി നാരായണ എന്ന കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ദശകാലം അപഹാരകാലം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.